everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓൾറെഡി പോസ്റ്റ് ചെയ്ത ഒരു ഷോർട്സിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഫ്ലോപ്പായി പോയൊരു ഫാമിലി ട്രിപ്പായിട്ടാണ്. ഫസ്റ്റ് ഫ്ലോപ്പാണ് ഈ കാണുന്ന ട്രെയിൻ. നമ്മൾ ഈ ട്രെയിനിലായിരുന്നു പോവേണ്ടിയിരുന്നത്, പക്ഷേ ട്രെയിൻ മിസ്സായിട്ടുണ്ട് ഗൈസ്. നമ്മൾ മിസ്സാവട്ടെ എന്ന് പറഞ്ഞാണ് പോയത്. കാര്യം 4 മണിക്കൂർ ട്രെയിനുണ്ട്, അതിലും കൂടി പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഓൾറെഡി രാവിലെ ഒരു ബാച്ച് ടീംസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വേറെ എങ്ങോട്ടുമല്ല പോകുന്നത്, കനകക്കുന്നിൽ ലേറ്റ് കാണാൻ പോയതായിരുന്നു ഗൈസ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ലേറ്റ് എന്ന് ഓണല്ലേ ഗൈസ്. അപ്പോൾ ഫുള്ളി ഫ്ലോപ്പായിട്ടുണ്ട്. പിന്നെ 2 ട്രിപ്പായിട്ടാണല്ലോ പോയത്, രാവിലെയും വൈകിട്ട് പോയത് ഞാനും എൻ്റെ 2 കസിൻസും മോനുമായിട്ടാണ് കേട്ടോ. രാവിലെ ഉമ്മ, അനിയത്തിയും ഇത്താമാരും മക്കളും എല്ലാവരുമായിട്ട് രാവിലെ അവർ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവരായിട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് അവർ ശംഖുമുഖത്തും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് അവരായിട്ട് മീറ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ 3 ട്രിവാൻഡ്രത്തെത്തി ഓട്ടോ വിളിച്ച് നേരെ കനകക്കുന്നിലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ ഇന്ന് ലേറ്റ് ഓണോ അല്ല, ആർക്കും അലൗഡ് അല്ല എന്നുള്ളത്. പക്ഷേ വീട്ടിൽ നിന്ന് എല്ലാവരും പോയത് മ്യൂസിയത്തിലോട്ടായിരുന്നു ഗൈസ്. അവർ പറഞ്ഞതുമില്ല അറിഞ്ഞതുമില്ല ഇങ്ങനെ ലേറ്റ് ഓണല്ല എന്നുള്ളത് കാര്യം. എങ്കിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫ്രണ്ടിലുള്ള പാർക്കിലാണ് കേട്ടോ പോയിരുന്നത്. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് ചില്ലടിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇന്ന് ലൈറ്റ്സ് ഓൺ അല്ല ഗൈസ്. 2025 അടിപൊളി ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണാനായിട്ട് ഭാഗ്യമില്ലായിരുന്നു. പിന്നെ നമ്മൾ അപ്പുറത്ത് പോയി കോഫി എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കാം, എന്തായാലും ലൈറ്റ് ഓൺ ആക്കുകയില്ല എന്നുള്ളത് അറിയാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ കോഫിയൊക്കെ മേടിച്ചിരുന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് പിള്ളേർ സ്കേറ്റിംഗ് ബോർഡുമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. കാര്യം ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരെയും നിരാശപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഡബിൾ ഡക്കർ ബസ് പോകുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് ഇങ്ങനെ സന്തോഷിച്ചിരുന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അവിടെ തന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് ഗൈസ്. പിന്നെ പാർക്കുള്ളതുകൊണ്ട് നമുക്ക് ബോറടിച്ചില്ല. പ്രത്യേകിച്ച് മോനിക്ക് ബോറടിച്ചില്ല, അല്ലെങ്കിൽ മോനിട്ട് നമ്മളെ വട്ടാക്കിയേനെ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ടവർക്ക് ഇങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ മോനെ കളിക്കാനായിട്ട് പാർക്കിലോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്കും ബോറടിക്കാതിരിക്കാൻ നമ്മളും ഇടയ്ക്കൊക്കെ ഒന്ന് കയറി കളിച്ചായിരുന്നു ഗൈസ്. പാർക്കൊക്കെ ഉണ്ട്, ആരാണല്ലേ കളിക്കാത്തത്. ഇപ്പോൾ ഞാൻ എന്തായാലും സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ കുഞ്ഞു വ്ളോഗും വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ ഗൈസ് പാർക്കിലൊക്കെ അധികം കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് രണ്ടറിയും കളിക്കാൻ തോന്നിട്ട് നമ്മൾ കയറി കളിക്കുകയാണ് കേട്ടോ. അതേപോലെ സ്ലൈഡിലൊക്കെ അതാണ്ട് കസിനും ഞാനൊക്കെ ഇതേ കണക്ക് ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. അടിപൊളിയായിരുന്നു. ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ട്രിപ്പ് ഫ്ലോപ്പായെന്ന് നമ്മളിപ്പോഴാണ് ഗൈസ് എന്തായാലും തിരിച്ചറിഞ്ഞത്. കാര്യം അവരോട് പോയിരുന്നെങ്കിൽ ശംഖുമുഖം ബീച്ചിലെങ്കിലും പോയിരുന്ന് കളിക്കാമായിരുന്നു. അങ്ങനെ വിഷമം തീർക്കാനായിട്ട് നമ്മൾ 3 പേരും കൂടി നേരെ നടന്ന് നീങ്ങിയത് എവിടെയാ, മാനവീയ വീതിയിലോട്ട്. പോകുന്ന വഴിക്കതേ ഈ ചേച്ചിയുടെ അടിപൊളി പാനിപ്പൂരിയൊക്കെ കഴിച്ച് കപ്പിളിൻ്റെയും മേടിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് നടന്നത് കേട്ടോ. അവിടെ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ സ്വന്തം ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും നടന്നിരിക്കുവാണ് ഗൈസ്. ആകെപ്പാട് മൊത്തത്തിൽ ഫ്ലോപ്പായിരുന്നു. പിന്നെ 8:30 നമുക്കൊരു ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ നമുക്ക് തിരിച്ച് വർക്കല എത്തുകയും വേണം. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെ മാത്രം ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും കാണാൻ നിന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്നുള്ള ചിന്തയിലായിരുന്നു നമ്മളെ നടത്തുകയും ഇതൊക്കെ. അങ്ങനെ നമ്മൾ നേരെ നടന്നിട്ട് ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ലൈമും ബൂസ്റ്റൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യണം ഗൈസ്. കാര്യം അകത്ത് കയറണമെങ്കിൽ എന്ത് വേണം, ടിക്കറ്റ്. ഒക്കെ നമ്മൾ 3 പേരും കൂടി അവിടെ ഇരുന്നിട്ട് ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. പിന്നെ അവർ എത്തിയതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറി ടിക്കറ്റ് എടുത്ത് നേരെ ട്രെയിൻ കയറി വർക്കലെത്തി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുന്നവരേക്കും ബൈ.